ഹലോ, വെൽക്കം ടു ദ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലിസ്റ്റ് ഓഫ് വാല്യൂസിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന കണ്ടീഷൻസ് കൊടുത്തിട്ട് വാല്യൂസിനെ ക്യാച്ച് ചെയ്യാനും ലൈക്ക് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടും നൾ വാല്യൂസ് കണ്ടുപിടിക്കാനും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി നമ്മുടെ വേറൊരു ക്ലോസ് പഠിക്കുകയാണ്. ഇപ്പോൾ വേർഡ് ക്ലോസ് നമുക്കറിയാം. ഒരു സ്പെസിഫിക് കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേർഡ് എന്തായാലും വേണം. വേർഡ് ക്ലോസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ കണ്ടീഷൻ എഴുതുമ്പോഴാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് എന്താണോ അത് നമ്മുടെ കണ്ടീഷൻ്റെ ബേസിസിൽ നമുക്ക് റിട്രീവ് ചെയ്യാനായിട്ട് പറ്റുന്നത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ വേർഡ് പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു ക്ലോസാണ് ഓർഡർ ബൈ ക്ലോസ്. പേര് പോലെ തന്നെ ഓർഡറിങ്ങിന് വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കോളം ബേസ് വാല്യൂസിന് ഒരു അസെൻഡിങ് ഓർ ഡിസെൻഡിങ് വാല്യൂസിൽ ഡിസ്പ്ലേ ചെയ്യിക്കണം, അതിനെ സോർട്ട് ചെയ്യിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ബൈ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. സോർട്ടിങ് റിസൾട്ട്സ് യൂസിങ് ഓർഡർ ബൈ ക്ലോസ്. അപ്പോൾ ഓർഡർ ബൈ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ ക്വറി യൂസ് ചെയ്തിട്ട് ഒരു കോളം വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യാം, അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ നമുക്ക് സോർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓർഡർ ബൈ എന്ന് പറയുന്ന ക്ലോസ് യൂസ് ചെയ്യണത്. ഓർഡർ ബൈ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അസെൻഡിങ്ങിൽ വേണോ അതോ ഡിസെൻഡിങ്ങിൽ വേണോ എന്നുള്ളത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കീവേഡ്സ് നമ്മൾ യൂസ് ചെയ്യും. ASC എന്ന് പറയുന്നത് അസെൻഡിങ്ങിനും DESC എന്ന് പറയുന്നത് ഡിസെൻഡിങ്ങിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ASCയും അതുപോലെ DESCയും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്താൽ മതി. ഇൻകേസ് നമ്മൾ രണ്ടുപേരും യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഡിഫോൾട്ടായിട്ട് അസെൻഡിങ് ഓർഡറിലായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ ഓർഡർ ബൈ യൂസ് ചെയ്തിട്ടുള്ള ക്വറി എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കാം. ആദ്യം ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്പ്ലേ ദ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ആൽഫബറ്റിക്കൽ ഓർഡർ ഓഫ് ദെയർ നെയിംസ്. ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് കുട്ടികളുടെ ഡീറ്റെയിൽസിനെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അവരുടെ നെയിമിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡർ അനുസരിച്ച്. ആൽഫബറ്റിക്കൽ ഓർഡർ എന്ന് വെച്ചാൽ എന്താ? A to Z അല്ലേ, ABC ആ ഒരു ഓർഡറിൽ ആയിരിക്കണം അവരുടെ പേരുകൾ ആ ഓർഡറിലായിരിക്കണം ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ക്വറി എഴുതാം. ക്വറി 9.22 അത് നോക്കുക. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വേണം അല്ലേ. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് ഓർഡർ ബൈ നെയിം, അത്രേ വേണ്ടൂ. അപ്പോൾ നമ്മളിവിടെ ASCയോ അതുപോലെ DESCയോ ഒന്നും വെച്ചിട്ടില്ല. കാരണം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അസെൻഡിങ്ങിലാണ് വരിക നമുക്കറിയാം അല്ലേ. A മുതൽ എന്നത് തുടങ്ങിക്കോളൂ. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് ഓർഡർ ബൈ നെയിം. ഇത്രയും ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫിഗർ 9.16 കാണുന്ന പോലെ നെയിം കണ്ടോ, അലോക്, ഭരത്, ചൈതന്യ. അവരുടെ അഡ്മിഷൻ നമ്പർ നോക്കിയേ, മാറിയിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അല്ല, നെയിമിൻ്റെ ഓർഡറിലാണ് നമ്മൾ ഇവിടെ കുട്ടികളെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അലോക്, ഭരത്, ചൈതന്യ, ദിവാകർ ആ പേരിൻ്റെ ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മുടെ ടേബിൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാനാണ് ഓർഡർ ബൈ നമ്മൾ യൂസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് നോക്കാം. സപ്പോസ് വി വാണ്ട് ടു സീ ദ ഡീറ്റെയിൽസ് അക്കോർഡിംഗ് ടു ദെയർ മന്ത്ലി ഫാമിലി ഇൻകം. ഇഫ് വി ഹാവ് ടു ഒബ്റ്റെയിൻ ദ റിസൾട്ട് ഫ്രം ദ ഹയസ്റ്റ് ഇൻകം ടു ദ ലോവസ്റ്റ്. എന്താ വേണ്ടത്? ഇനി നമ്മൾ ചെയ്യാൻ പോണത് കുട്ടികളുടെ ഫാമിലി ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടുള്ള സോർട്ടിംഗ് ആണ്. ഫാമിലി ഇൻകം എന്തായിരിക്കണം? ഹയസ്റ്റ് ഇൻകത്തിൽ നിന്ന് ലോവസ്റ്റ് ഇൻകത്തിലേക്ക് വരുന്ന രീതിയിലായിരിക്കണം കുട്ടികളുടെ ഡീറ്റെയിൽസ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ക്വറി 9.23 നോക്കുക. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് ഓർഡർ ബൈ F ഇൻകം DESC. ഓർഡർ ബൈ എന്ന് പറഞ്ഞിട്ട് ഏത് കോളമാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് പറയാം. ഓർഡർ ബൈ F ഇൻകം. എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത്? ഡിസെൻഡിങ്ങിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. വലുതിന്ന് ചെറുതിക്കാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ DESC എന്ന് പറയുന്ന കീവേഡ് അവിടെ വെക്കണം. ഇൻ കേസ് DESC അവിടെ വെച്ചില്ലെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലേക്കുള്ള ചെറുതിൽ നിന്ന് വലുതിലേക്കുള്ള ഫാമിലി ഇൻകം ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ DESC വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഇൻകത്തിൻ്റെ കോളം ഹയസ്റ്റ് ടു ലോവസ്റ്റിലേക്ക് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിക്കായിരിക്കും കുട്ടികളുടെ പേരുകളും ഡീറ്റെയിൽസൊക്കെ ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ ആദ്യം നോക്കുമ്പോൾ ഈ ഫാമിലി ഇൻകം ഫിഗർ 9.17 ടേബിളിൽ തന്നിട്ടുണ്ട്. ഫാമിലി ഇൻകം ഫസ്റ്റ് വന്നെടുക്കുന്നത് 52,000 ആണ്. അത് നിവേദിതയുടെയാണ്. പിന്നെ വരുന്നത് 45,000 അത് ഭരത്തിൻ്റെയാണ്. 35,000 നൈക്കിൻ്റെയാണ്. അപ്പോൾ അങ്ങനെ ഹയസ്റ്റിൽ നിന്ന് ലോവസ്റ്റിലേക്ക് വരും. പിന്നെ നൾ വാല്യൂസ് ഉണ്ടെങ്കിൽ അതും അവിടെ പ്രിൻ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് നോക്കുക, ക്വസ്റ്റ്യൻ വരുന്നത് നോക്കുക. If we need a course-based listing of students in the alphabetical order of their names. അപ്പോൾ നമുക്ക് എന്താ ചോദിച്ചിട്ടുള്ളത്? കോഴ്സ് ബേസ്ഡ് ലിസ്റ്റിംഗ് ആണ് വേണ്ടത്. കോഴ്സിനെയും ഓർഡർ ചെയ്യണം, അതുപോലെ തന്നെ
ആൽഫബറ്റിക്കൽ ഓർഡറായിട്ട് കുട്ടികളുടെ നെയിമും. അപ്പോൾ 2 സോർട്ടിങ് അവിടെ ഉണ്ട്. കുട്ടികളുടെ നെയിമും വേണം, അതുപോലെ തന്നെ കോഴ്സ് ബേസ്ഡുമായിട്ടും വേണം. അപ്പോൾ നമുക്ക് ക്വറി എഴുതാം. ക്വറി 9.24 സെലക്ട് നെയിം കോമ കോഴ്സ് രണ്ടും ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നെയിം കോഴ്സ്, സെലക്ട് നെയിം കോമ കോഴ്സ് ഫ്രം സ്റ്റുഡൻറ്റ്, ഓർഡർ ബൈ കോഴ്സ് കോമ നെയിം, കോഴ്സ് കോമ നെയിം. അപ്പോൾ ഇവിടെ ഫിഗർ 9.18 കോഴ്സ് ബേസ്ഡ് അല്ലേ, അപ്പോൾ കോഴ്സിൻ്റെ ആൽഫബറ്റിക്കലും അതുപോലെ തന്നെ നെയിമിൻ്റെ ആൽഫബറ്റ്സ് അവിടെ കീപ്പ് ചെയ്തുകൊണ്ടുമാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്, റിസൾട്ട് വന്നിട്ടുള്ളത്. അതായത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോഴ്സ് ബേസ്ഡ് ലിസ്റ്റിംഗ് ആണ്, പ്ലസ് നെയിമും സോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രിഫറൻസ് അവിടെ ആദ്യം കൊടുക്കുന്നത് കോഴ്സിനാണ്. 2 എണ്ണം നമുക്ക് സോർട്ട് ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ ഓർഡർ ബൈ എന്ന് എഴുതിയിട്ട് നമ്മൾ കോഴ്സ് കോമ നെയിം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കോഴ്സിനാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. അപ്പോൾ ഇവിടെ ഫിഗർ 9.18 അതിൻ്റെ റിസൾട്ടായിട്ട് വന്നിട്ടുള്ളത് നോക്കുക. കോഴ്സിന് നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് അല്ലേ, CHS അതായിരിക്കും ഓർഡർ. അപ്പോൾ ആദ്യം കോമേഴ്സ് വന്നു. അപ്പോൾ കോമേഴ്സ് സെക്ഷനിൽ മാത്രം കുട്ടികളുടെ പേര് ആൽഫബറ്റിക്കായിട്ട് തന്നു അല്ലേ. ഭരത്, കൗശി, ആദ്യം B പിന്നെ K. പിന്നെ വരുന്നത് ഹ്യൂമാനിറ്റീസ് ആണ്. അപ്പോൾ ഹ്യൂമാനിറ്റീസിൽ നിവേദിത മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നത് സയൻസ് ഗ്രൂപ്പാണ്. അപ്പോൾ സയൻസിലുള്ള കുട്ടികളുടെ വീണ്ടും സോർട്ട് ചെയ്തിരിക്കുകയാണ്. അലോക് Aയിൽ തുടങ്ങി, പിന്നെ ചൈതന്യ, ദിവാകർ, മീര, നൈക്ക്, ശ്രീകുമാർ, വിരാട്. അപ്പോൾ ഈ രീതിക്കാണ് ആൻസർ വരിക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ 2 എണ്ണം ബേസ് ചെയ്തിട്ടുള്ളതൊക്കെ വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഓർഡർ ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നതിനായിരിക്കും കൂടുതൽ പ്രിഫറൻസ് കൂടുതൽ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള സോർട്ടിംഗ് ആയിരിക്കും നമ്മൾ രണ്ടാമത് വെക്കുന്ന പാരാമീറ്ററിന് ഉണ്ടായിരിക്കുക. രണ്ടാമത് വെക്കുന്ന കോളത്തിന് അവിടെ അപ്ലൈ ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്കുള്ളത് ഡിസ്പ്ലേ ദ നെയിം ആൻഡ് ഫാമിലി ഇൻകം ഓഫ് സയൻസ് ഗ്രൂപ്പ് സ്റ്റുഡൻസ് അക്കോർഡിംഗ് ടു ദി ഡിസെൻഡിങ് ഓർഡർ ഓഫ് ഇൻകം. ക്വസ്റ്റ്യൻ എന്താണ്, നമുക്ക് കുട്ടികളുടെ നെയിമും ഫാമിലി ഇൻകവും ഡിസ്പ്ലേ ചെയ്യണം. ഏത് കുട്ടികളുടെയാണ്, ആ കുട്ടികളുടെ സയൻസ് ഗ്രൂപ്പ് സ്റ്റുഡൻസോ ആയിരിക്കണം, കൂടാതെ അവരുടെ ഫാമിലി ഇൻകം ഡിസെൻഡിങ് ഓർഡറിലോ ആയിരിക്കണം. അപ്പോൾ ഇവിടെ കണ്ടീഷൻ ഉണ്ട്, ഓർഡറിങ് ഉണ്ട്, 2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിവിടെ വേർഡും വേണം, ഓർഡർ ബൈ എന്ന് പറയുന്ന ക്ലോസും വേണം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ക്വറി എഴുതുക, ക്വറി 9.25 എഴുതിയിട്ടുണ്ട്. സെലക്ട് നെയിം കോമ കോഴ്സ് കോമ എഫ് ഇൻകം ഫ്രം സ്റ്റുഡൻറ്റ്. അപ്പോൾ നെയിമും കോഴ്സും എഫ് ഇൻകവും നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. വേർഡ് കോഴ്സ് ഈക്വൽ ടു സയൻസ് ഗ്രൂപ്പിലെ കുട്ടികളായിരിക്കണം. അപ്പോൾ നമ്മൾ വേർഡ് കോഴ്സ് ഈക്വൽ ടു സയൻസ് എന്ന് എഴുതി. പിന്നെ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്, അവിടെ ഫാമിലി ഇൻകം ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും. അപ്പോൾ ഓർഡർ ബൈ എഫ് ഇൻകം DESC. അപ്പോൾ ഇവിടെ ഫിഗർ 9.19 നെയിം, കോഴ്സ്, എഫ് ഇൻകം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കോഴ്സ് സയൻസ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അതുപോലെ എഫ് ഇൻകം ഡിസെൻഡിങ് ഓർഡറിലായിട്ടും കാണാം. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ വേർഡും അതുപോലെ തന്നെ ഓർഡർ ബൈയും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ആണ്. ഇപ്പം നമ്മൾ ഒരു കോളത്തിൽ അല്ലെങ്കിൽ റോസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന കുറച്ച് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട് MySQL. അപ്പോൾ അത്തരത്തിലുള്ള ഫങ്ഷൻസിനെയാണ് നമ്മൾ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് എന്ന് പറയുക. നമുക്കിവിടെ ഫങ്ഷൻസ് ഏതാണ്, ടേബിൾ 9.7 തന്നിട്ടുണ്ട്. 5 ഫങ്ഷൻസാണ് നമുക്ക് പഠിക്കാനുള്ളത്. സം, AVG, മിൻ, മാക്സ്, കൗണ്ട്. അപ്പം എന്താ നോക്കാം, പേര് പോലെ തന്നെയാണ്. സം എന്ന് പറയുന്ന ഫങ്ഷൻ ഇപ്പോൾ ഏത് കോളത്തിലാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ കോളത്തിലുള്ള വാല്യൂസിൻ്റെ ടോട്ടൽ സം നമുക്ക് തരും. അതുപോലെ AVG ആണെന്നുണ്ടെങ്കിൽ AVG ഏത് കോളത്തിലാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ കോളത്തിലുള്ള ആവറേജ് വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. അതുപോലെ മിൻ എന്ന് പറയുന്ന ഫങ്ഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ കോളത്തിലുള്ള മിനിമം വാല്യൂ, അതായത് സ്മോളസ്റ്റ് വാല്യൂവിനെ നമുക്ക് തരും. മാക്സ് ഫങ്ഷനാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കോളത്തിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ മാക്സിമം വാല്യൂ നമുക്ക് തരും. അതായത് അവിടുത്തെ ഹയസ്റ്റ് വാല്യൂ, ലാർജസ്റ്റ് വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. അതുപോലെ കൗണ്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, നമ്മളൊരു കോളത്തിലാണ് കൗണ്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ കോളത്തിൽ നോൺ നള്ളായിട്ട് എത്ര വാല്യൂസ് ഉണ്ട് അവരുടെ എണ്ണം. നൾ വാല്യൂസ് ഉണ്ടെങ്കിൽ അത് കൗണ്ട് ചെയ്യില്ല. നള്ളല്ലാണ്ട് ഏതൊക്കെ വാല്യൂസ് ഉണ്ടോ അതിൻ്റെ എണ്ണമാണ് വരിക. നമ്പർ ഓഫ് വാല്യൂസ് ഇൻ എ കോളം, അതാണ് നമുക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അഗ്രിഗേറ്റ് ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് കുറച്ച് ക്വറീസ് എഴുതാം. എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട്. ക്വറി 9.26 gives the highest,
ലോവസ്റ്റ് ആൻഡ് ആവറേജ് ഫാമിലി മന്ത്ലി ഇൻകംസ് ഓഫ് ദി സ്റ്റുഡൻറ്റ്. എന്താ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് സ്റ്റുഡൻസിൻ്റെ ഹയസ്റ്റും ലോവസ്റ്റും ആവറേജും 3 വാല്യൂസാണ് വേണ്ടത് ഫാമിലി ഇൻകത്തിൻ്റെ. ഫാമിലി ഇൻകം ഹയസ്റ്റ് ഏതാണെന്നും അതുപോലെ തന്നെ ഫാമിലി ഇൻകം ലോവസ്റ്റ് ഏതാണെന്നും ഫാമിലി ഇൻകം ആവറേജ് എത്രയാണെന്നുള്ളതാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അത്ര മാത്രമേ ഡിസ്പ്ലേ ചെയ്യേണ്ടൂ. ആരുടെ എന്താണെന്നൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ വേണ്ടത്, ക്വറി എഴുതാം. ക്വറി 9.26 നോക്കുക. സെലക്ട് ഇന്ന റോസ് ഒന്നും കണ്ടെത്താൻ പറഞ്ഞിട്ടില്ല. ഹയസ്റ്റ് ലോവസ്റ്റ് ആവറേജ് ഫാമിലി മന്ത്ലി ഇൻകത്തിൻ്റെ ഹയസ്റ്റ് ലോവസ്റ്റ് ആവറേജ് മാത്രം ഡിസ്പ്ലേ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമ്മൾ സെലക്ട് മാക്സ് ഓഫ് എഫ് ഇൻകം കോമ മിൻ ഓഫ് എഫ് ഇൻകം കോമ AVG ഓഫ് എഫ് ഇൻകം ഫ്രം സ്റ്റുഡൻറ്റ്. ഇത്ര എഴുതിയാൽ മതി. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടായിട്ട് വരുന്നത് നമ്മുടെ ടേബിൾ ഇതാണ്, ഫിഗർ 9.20. മാക്സ് ഓഫ് എഫ് ഇൻകം 52,000, അതാണ് നമ്മുടെ എഫ് ഇൻകത്തിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ. മിൻ ഓഫ് എഫ് ഇൻകം 15,000 തന്നിട്ടുണ്ട്, ഏറ്റവും ചെറിയ വാല്യൂ. AVG ഓഫ് എഫ് ഇൻകം എന്ന് പറയുന്നത് മൊത്തത്തിൽ കൂട്ടിയിട്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതായിരിക്കും നമ്മുടെ ആവറേജ് മന്ത്ലി ഇൻകം. ഇങ്ങനെയായിരിക്കും നമ്മുടെ വാല്യൂ വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട്. ക്വറി 9.27 gives the number of students in the science group. അപ്പോൾ സയൻസ് ഗ്രൂപ്പിലെ കുട്ടികളുടെ എണ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ആൻസറിൽ എഫ് ഇൻകത്തിനെ കൂടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ചെയ്യണം എന്നില്ല, നമുക്ക് വന്നിട്ടുള്ളത് ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യാനാണ്, എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് അറിയാനാണ്. പക്ഷേ ഇവിടെ ജസ്റ്റ് എഫ് ഇൻകം കൂടെ ഒന്ന് മെൻഷൻ ആക്കിയിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ നമുക്ക് കൂടി നോക്കാം. ക്വറി 9.27 എങ്ങനെ എഴുതും, സയൻസ് ഗ്രൂപ്പിലെ കുട്ടികളുടെ ടോട്ടൽ എണ്ണം കിട്ടാനായിട്ട് സെലക്ട്. അപ്പോൾ ടോട്ടൽ കിട്ടാൻ എത്ര എണ്ണം ഉണ്ടെന്ന് കിട്ടാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന അഗ്രിഗേറ്റ് ഫംഗ്ഷനാണ് കൗണ്ട് അല്ലേ. അപ്പോൾ കൗണ്ട് ഓഫ് സ്റ്റാർ എന്നിട്ടാൽ മതി. കൗണ്ട് ഓഫ് സ്റ്റാർ കോമ കൗണ്ട് ഓഫ് എഫ് ഇൻകം, അതായത് എത്ര ടോട്ടൽ കിട്ടാൻ ഉള്ള സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു സിമ്പിളും യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കൗണ്ട് ഓഫ് എഫ് ഇൻകവും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്രം സ്റ്റുഡൻറ്റ് വേർഡ് കോഴ്സ് ഈക്വൽ ടു സയൻസ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഫിഗർ 9.21 കാണാം കൗണ്ട് ഓഫ് സ്റ്റാർ 7, അതായത് സയൻസ് ഗ്രൂപ്പിലെ കുട്ടികളുടെ എണ്ണം കിട്ടിയിട്ടുള്ളത് 7 ആണ്. എല്ലാ കുട്ടികളുടെ എണ്ണം 7. അതുപോലെ കൗണ്ട് ഓഫ് എഫ് ഇൻകം ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് 4 ആണ്, അതായത് സയൻസ് ഗ്രൂപ്പിലെ കുട്ടികളുടെ എഫ് ഇൻകം ടോട്ടൽ. അതെന്തുകൊണ്ടാണ് ഇവിടെ കുട്ടികളുടെ എണ്ണം 7ഉം എഫ് ഇൻകം 4 തന്നിട്ടുള്ളൂ, അതും 7 ആവേണ്ടതല്ലേ. അതെന്തുകൊണ്ടാണ്, അവിടെ നൾ വാല്യൂസ് ഉണ്ടാവാം. അപ്പോൾ ആ നൾ വാല്യൂസിനെ അവിടെ എണ്ണിയിട്ടില്ല, കൗണ്ട് ചെയ്തിട്ടില്ല. അതാണ് എഫ് ഇൻകം 4 അവിടെ ഡിസ്പ്ലേ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ദ ഫസ്റ്റ് കോളം ഈസ് കൗണ്ട് ഓഫ് സ്റ്റാർ ആൻഡ് ഇറ്റ് ഗിവ്സ് ദ നമ്പർ ഓഫ് റെക്കോർഡ്സ് ഹാവിങ് സയൻസ് ആസ് ദ വാല്യൂ ഇൻ കോളം കോഴ്സ് അല്ലേ. കോളം എന്ന് കോഴ്സ് എന്ന് പറയുന്ന കോളത്തിലുള്ള സയൻസ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ ടോട്ടൽ നമ്പർ ഓഫ് റെക്കോർഡ്സ് അത് എത്ര ഉണ്ടെന്നാണ് കൗണ്ട് ഓഫ് സ്റ്റാർ നമുക്ക് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കൗണ്ട് ഓഫ് എഫ് ഇൻകം എന്ന് പറയുന്നത് സയൻസ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ എഫ് ഇൻകം, സയൻസ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ മാത്രം ഫാമിലി ഇൻകം എത്ര വാല്യൂസ് ഉണ്ട്, അവിടെ നോണൽ വാല്യൂസിനെ മാത്രമാണ് കൗണ്ട് ചെയ്ത് തന്നിട്ടുള്ളൂ. അപ്പം സ്റ്റാർ അവിടെ ഇട്ടത്, കൗണ്ട് ഓഫ് സ്റ്റാർ അവിടെ ഇട്ടത് സയൻസ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ ടോട്ടൽ അവിടെ എത്ര റോസ് ഉണ്ട്, അപ്പോൾ അത്രയും എണ്ണം ടോട്ടൽ റോസ് മൊത്തം എണ്ണിയിട്ട് എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ട് സയൻസ് ഗ്രൂപ്പിൽ, അതാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്രൂപ്പ് ബൈ എന്ന് പറയുന്ന ക്ലോസ് പഠിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ വേർഡ് ക്ലോസ് പഠിച്ചു, ഓർഡർ ബൈ പഠിച്ചു. ഓർഡർ ബൈ എന്ന് പറയുന്നത് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നെക്സ്റ്റ് ആണ് ഗ്രൂപ്പ് ബൈ ക്ലോസ്. ഗ്രൂപ്പ് ബൈ ക്ലോസ് എന്ന് പറയുന്നത് നമുക്കിപ്പം കുറച്ച് കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് റോസിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് ബൈ ക്ലോസ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ദ റോസ് ഓഫ് എ ടേബിൾ ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ടുഗെദർ ബേസ്ഡ് ഓൺ എ കോമൺ വാല്യൂ യൂസിങ് ദ ഗ്രൂപ്പ് ബൈ ക്ലോസ്. അപ്പോൾ നമ്മൾ പറയുന്ന യൂസ് ചെയ്യുന്ന വാല്യൂവിനനുസരിച്ച് കുറച്ച് റോസിനെ മാത്രം ഗ്രൂപ്പ് ചെയ്ത് വെക്കാനായിട്ട് ഗ്രൂപ്പ് ബൈ ക്ലോസ് നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഗ്രൂപ്പ് ബൈ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമ്മൾ റെക്കോർഡ് എഴുതും എന്നുള്ളത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ സയൻസ് ഗ്രൂപ്പ് ഈസ് ഒബ്റ്റൈൻഡ്. സപ്പോസ് വി വാണ്ട് ടു നോ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഈച്ച് ഗ്രൂപ്പ് അലോങ് വിത്ത് ആവറേജ് ഫാമിലി മന്ത്ലി ഇൻകം. അതായത് ഓരോ ഗ്രൂപ്പിലും ഉള്ള കുട്ടികളുടെ എണ്ണം നമുക്ക് കിട്ടണം, ഒപ്പം അവരുടെ ആവറേജ് ഫാമിലി മന്ത്ലി ഇൻകവും കിട്ടണം.
അതായത് കൊമേഴ്സിലുള്ള കുട്ടികളുടെ എണ്ണം, കൊമേഴ്സിൽ മാത്രം പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം, ഹ്യൂമാനിറ്റീസിൽ മാത്രം പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം, സയൻസിൽ മാത്രം പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം, ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ എന്താ, ഗ്രൂപ്പ് ചെയ്യണം അല്ലേ? കോഴ്സസിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. കോഴ്സസിനെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ, അതായത് കോഴ്സ് എന്ന് പറയുന്ന കോളത്തിൽ ഗ്രൂപ്പ് ബൈ ക്ലോസ് അപ്ലൈ ചെയ്യുമ്പോൾ കോഴ്സിലുള്ള ഓരോ വാല്യൂസ് അവിടെ ഗ്രൂപ്പ്ഡ് ആവും അല്ലേ? കോമേഴ്സ് മാത്രം ഒരു ഗ്രൂപ്പ്, സയൻസ് മാത്രം ഒരു ഗ്രൂപ്പ്, അതുപോലെ ഹ്യൂമാനിറ്റീസ് മാത്രം ഒരു ഗ്രൂപ്പ് ആവും. അങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് വയ്ക്കാനാണ് ഗ്രൂപ്പ് ബൈ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓരോ ഗ്രൂപ്പിലും, കോഴ്സ് എന്ന് പറയുന്ന കോളത്തിലെ ഓരോ ഗ്രൂപ്പിലും എത്ര കുട്ടികളുണ്ട് എന്നുള്ളതും ഒപ്പം തന്നെ അവരുടെ ഫാമിലി മന്ത്ലി ഇൻകത്തിൻ്റെ ആവറേജും ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ നമുക്ക് കുറേ 9.28 നോക്കാം. സെലക്ട് കോഴ്സ്, കൗണ്ട് ഓഫ് സ്റ്റാർ, AVG ഓഫ് എഫിങ്. എന്തൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം? നമുക്ക് കോഴ്സ് കാണിക്കണം, കോഴ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കാണിക്കണം, ഒരു ഗ്രൂപ്പിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കാണിക്കണം, ആവറേജ് ഫാമിലി മന്ത്ലി ഇൻകം കാണിക്കണം. അപ്പോൾ 3 കോളംസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ കോഴ്സ് എന്ന് പറയുന്ന കോളം, രണ്ടാമത്തെ കൗണ്ട് ഓഫ് സ്റ്റാർ, അവിടുത്തെ എണ്ണം കിട്ടണ്ടേ, അപ്പോൾ കൗണ്ട് ഓഫ് സ്റ്റാർ ആയിരിക്കണം. നെക്സ്റ്റ് AVG ഓഫ് എഫ് ഇൻകം എന്ന് പറയുന്നത് 3ാമത്തെ കോളമായിട്ട് നമുക്ക് വരും. ഫ്രം സ്റ്റുഡൻറ്റ്, ഗ്രൂപ്പ് ബൈ കോഴ്സ്, ഇത്രയേ ഉള്ളൂ. കോഴ്സിനെ ഗ്രൂപ്പ് ചെയ്തിട്ടാണ് നമുക്ക് ഇതൊക്കെ കിട്ടാൻ. അപ്പോൾ നമ്മൾ കോഴ്സ് എന്ന് പറയുന്ന കോളത്തിൽ ഗ്രൂപ്പ് ബൈ ക്ലോസ് വയ്ക്കുക. അപ്പോൾ ഗ്രൂപ്പ് ബൈ കോഴ്സ്, അപ്പോൾ എന്താ, കോഴ്സിന് ഗ്രൂപ്പ് ബൈ ചെയ്തിട്ട് കൊമേഴ്സ് അവിടെ വന്നു, ഫിഗർ 9.22 കൊമേഴ്സ് അവിടെ വന്നു, അതിൻ്റെ കൗണ്ട് ഓഫ് സ്റ്റാറിൽ 2, അതായത് 2 കുട്ടികളാണ് കൊമേഴ്സിലുള്ളത്. അവരുടെ ഫാമിലി മന്ത്ലി ഇൻകത്തിൻ്റെ ആവറേജ് 31,000 ആണ്. അതുപോലെ ഹ്യൂമാനിറ്റീസ്, അവിടുത്തെ കുട്ടികളുടെ എണ്ണം 1 ആണ്. അതുപോലെ അവരുടെ ആവറേജ് വന്നിട്ടുണ്ട് ഫാമിലി ഇൻകത്തിൻ്റെ. നെക്സ്റ്റ് സയൻസിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം 7 ആണ്, അവരുടെ ഫാമിലി ഇൻകത്തിൻ്റെ ആവറേജും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഗ്രൂപ്പ് ബൈ ക്ലോസ് വർക്ക് ചെയ്യുന്നത്.